ധർമ്മസ്ഥലയിൽ ഇന്ന് നിർണായക ദിനമാണ്. കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായതോടെ SIT തുടർ നടപടികളിലേക്ക് കടക്കും. കോടതിയിൽ നൽകിയ രഹസ്യമൊഴി അന്വേഷണ സംഘത്തിന് മുൻപാകെയും തൊഴിലാളി ആവർത്തിച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ധർമ്മസ്ഥലയിൽ എത്തുന്നുണ്ട്. ഇന്നത്തെ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. നമ്മളെ സംബന്ധിച്ചും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നമ്മൾ നിരന്തരം ഈ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെയും ഒരു അനക്കമുണ്ടാകുന്നില്ല എന്നതായിരുന്നു ആശങ്കപ്പെടുത്തിയ ഒരു വിഷയം. അതിനൊടുവിൽ അവസാനം ധർമ്മസ്ഥലയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്നത് തന്നെ നിർണായകമായ ഒരു മൂവാണ്. എന്തൊക്കെ തരത്തിലാണ് ഇന്ന് ധർമ്മസ്ഥലയിൽ ഈ അന്വേഷണ സംഘം? ആദ്യം പരിശോധനയാണോ? എങ്ങനെയാണ്? നമുക്കറിയാവുന്നത് വെച്ച് എന്തൊക്കെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സുപ്രധാന നീക്കങ്ങളായിരിക്കും ഈ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥലം, അതായത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ആ സ്ഥലം പരിശോധിക്കുക. അത് തന്നെയാണ് ഇന്ന് SITയുടെ നീക്കവും. എന്തായാലും ഇതിന് സാങ്കേതിക നടപടികൾ ഒരുപാട് പൂർത്തിയാക്കാനുണ്ട്. ഇത് വനമേഖലയാണ്. അതുകൂടാതെ RDOയുടെ സാന്നിധ്യം വേണം. അതുമാത്രമല്ല മറ്റ് ഉപകരണങ്ങളൊക്കെ ഉണ്ടാകണം. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ന് തെരച്ചിൽ നടത്താനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. അതിനിടയിൽ തന്നെ ഇന്നലെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടുണ്ട്. 15 മണിക്കൂറാണ് ഇയാളുടെ മൊഴിയെടുക്കൽ നടന്നത്. ഇത് പൂർണ്ണമായും വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. മംഗളൂരുവിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ മൊഴിയെടുക്കൽ നടന്നത്. ഈ മൊഴിയെടുക്കലിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ SITക്ക് ഇയാൾ കൈമാറിയിട്ടുണ്ട്. അതായത് ഈ മൃതദേഹങ്ങൾ, എത്ര മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടു, എവിടെയൊക്കെയാണ് അത് കുഴിച്ചിട്ടുള്ളത്, ആരാണ് തന്നെ ഇതിന് നിയോഗിച്ചത്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ സൂപ്പർവൈസർമാർ തന്നെ തനിക്ക് ഇത്തരത്തിൽ മൃതദേഹം വാഹനങ്ങളിൽ കൊണ്ടുതരും, തന്നോട് മറവ് ചെയ്യാൻ ഭീഷണിപ്പെടുത്തി പിന്നീട് അത് മറവ് ചെയ്യും എന്നാണ് അദ്ദേഹം മൊഴി നൽകിയിരുന്നത്, നേരത്തെ രഹസ്യമൊഴിയായി. അത് കൃത്യമായി അവരുടെ പേരുകൾ സഹിതം ഈ SITക്ക് കൈമാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ സൂപ്പർവൈസർമാരെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നടപടികളിലേക്ക് ഇന്ന് SIT കടക്കുമോ, അതും വളരെ നിർണായകമാണ്. ഏതായാലും ധർമ്മസ്ഥലയുടെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ അത് പുറത്തെത്തിക്കാനുള്ള കൃത്യമായ നീക്കങ്ങളുമായാണ് SIT നിലവിൽ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും 4 ഉദ്യോഗസ്ഥരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ധർമ്മസ്ഥലയിലും മംഗളൂരുവിലുമായി ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കൂടുതൽ അംഗങ്ങൾ ധർമ്മസ്ഥലയിൽ എത്തുന്നതാണ് ഏറ്റവും പ്രധാനം. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇന്നുണ്ടാകും. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം അത് SITയുടെ നീക്കം വളരെ സുപ്രധാനം തന്നെയാണ്. ഈ പ്രദേശം ഇന്ന് കുഴിച്ച് പരിശോധിക്കുമ്പോൾ, അതല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയ ഒരു വിവരമുണ്ട്, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക, എവിടെയാണ് ഇത് മൃതദേഹ അവശിഷ്ടങ്ങളുള്ളത്, ആ സ്ഥലം മാത്രം കൃത്യമായി കിളച്ച് അത് പുറത്തേക്ക് എടുക്കുക. കാരണം ഇതിൽ തെളിവ് നശിക്കാൻ വളരെ സാധ്യതയുണ്ട്. വ്യാപകമായ ഒരു തെരച്ചിൽ നടത്തിയാൽ കൃത്യമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയും ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ നീക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പോലീസിനെ ധർമ്മസ്ഥലയിലും ബൽത്തങ്ങാടിയിലും ഉജിറയിലും ഈ സ്ഥലങ്ങളിലൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരം നടപടി. അത് മാത്രമല്ല, ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം അതിപ്പോൾ SITയുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശം SITയുടെ നിയന്ത്രണത്തിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മളത് കണ്ടിരുന്നില്ല. വളരെ ഗൗരവമായ, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംഭവം. അതിൽ ധർമ്മസ്ഥല പോലീസ് സ്വീകരിച്ച നടപടികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു അലംഭാവം തന്നെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ശുചീകരണ തൊഴിലാളിക്ക് ഇത്തരത്തിൽ സുരക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇയാളുടെ മൊഴി പോലും രേഖപ്പെടുത്താൻ ധർമ്മസ്ഥല പോലീസ് അന്ന് തയ്യാറായിരുന്നില്ല. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. പൂർണ്ണമായും 15 മണിക്കൂർ ക്യാമറ റെക്കോർഡിങ്ങോടുകൂടി, വീഡിയോ ചിത്രീകരണത്തോടു കൂടിയാണ് ഈ മൊഴിയെടുക്കൽ ഉണ്ടായത്. ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടി ഇയാളുടെ മൊഴി എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ SIT കടക്കുന്നത്. എന്തായാലും ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഇനി ശുചീകരണ തൊഴിലാളിയെ ഈ സ്ഥലത്തെത്തിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ മൃതദേഹമുള്ളത് എന്നത് ഒരു കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഏതായാലും RDO ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ തന്നെ ഒരു സംഘം നേരത്തെ ബൽത്തങ്ങാടിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സംഘം ഈ അറിയിപ്പ് കത്ത് നൽകിയിരുന്നു, ഈ സ്ഥലം പരിശോധിക്കണമെന്ന കാര്യത്തിൽ. സാങ്കേതിക നടപടികൾ പൂർത്തിയായാൽ ഇന്ന് തെരച്ചിൽ നടക്കും. ധർമ്മസ്ഥലയിലെ ഇനി വരും മണിക്കൂറുകൾ അതിനിർണായകമാണ്. നേരത്തെയൊക്കെ ഓരോ അലംഭാവം ഉണ്ടാകുമ്പോഴും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18
അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു. ഈ ഓരോ അമ്മമാരുടെയും അതുപോലെ തന്നെ അവിടെ കണ്ണീർ വീണ ഓരോ ആളുകളുടെയും അവരുടെ സങ്കടങ്ങൾ അത് പുറത്തേക്ക് എത്തിക്കുന്നതും ന്യൂസ് 18 ആയിരുന്നു. ആദ്യം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ആയിരുന്നു. പിന്നീട് ഓരോ മാധ്യമങ്ങളായി ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ധർമ്മസ്ഥലയിൽ എത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്താണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് SITയുടെ നീക്കം അതിനിർണായകമാണ്. 11 മണിയോടുകൂടി എന്താണ് ഏത് രീതിയിലാണ് SIT നീങ്ങാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു വിവരം ലഭിക്കും. ശ്രീജ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നെത്തുകയാണ്. അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അടക്കം ഉപയോഗിച്ച് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ മണ്ണിനടിയിൽ മൃതദേഹങ്ങളുണ്ടോ, മൃതദേഹ അവശിഷ്ടങ്ങളുണ്ടോ, വർഷങ്ങളായി അപ്പോൾ അവശിഷ്ടങ്ങളുണ്ടോ, എല്ലും ഒക്കെയുള്ള തരത്തിലുള്ള അവശിഷ്ടങ്ങളുണ്ടോ എന്നൊക്കെയുള്ള നിർണായകമായ പരിശോധനയാണ് ഇന്ന് ആരംഭിക്കുക. ഇപ്പോൾ ഈ പ്രദേശം മുഴുവൻ SITയുടെ നിരീക്ഷണത്തിലാണെന്ന് അറിയുന്നു. നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നു. ഇത്രയും വലിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലൊരു സുരക്ഷ പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഘട്ടം വരെ എത്തുന്നത് തന്നെ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് വളരെ അഭിമാനപൂർവ്വം പറയാം. അതിൽ നിർണായകമായൊരു പങ്ക് വഹിക്കാൻ ന്യൂസ് 18 കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്. ഈ ഒരു ഘട്ടം വരെ പോലും എത്തുക എന്നത് എത്രയോ കാലമായി ധർമ്മസ്ഥലയെ സംബന്ധിച്ച് അസംഭവ്യമായ ഒരു കാര്യമായിരുന്നു.